ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് തരംഗ് ശക്തി 24, റാൻസം വെയർ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ടെഹ്റാൻ. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തരംഗ് ശക്തി 24നെ കുറിച്ചാണ്. ഈ തരംഗ് ശക്തി 24 എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15-ലും അതുപോലെ തന്നെ ഇന്നത്തെ ഹിന്ദുവിലും ഈ ഒരു എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഈ മാസത്തിൽ, അതായത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ആയിട്ട് 2 ഫേസുകളിലായിട്ട് നടത്താൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ എയർ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയിൽ വെച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർ എക്സസൈസ് ആയിരിക്കും ഈ തരംഗ് ശക്തി 24 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 51ഓളം രാജ്യങ്ങളെയാണ് ഈ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ 51 രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുള്ളതിനകത്ത് 10 രാജ്യങ്ങളാണ് അവരുടെ എയർ അസറ്റ്സുമായിട്ട്, അതായത് വിമാനങ്ങളൊക്കെ ആയിട്ട് ഈ എക്സസൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 18 രാജ്യങ്ങൾ അവരുടെ ഒബ്സർവേഴ്സിനെ അല്ലെങ്കിൽ നിരീക്ഷകന്മാരെ പറഞ്ഞേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 ഫേസുകളിലായിട്ടാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സുലൂറിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അത് ഓഗസ്റ്റ് 6-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 14-ാം തീയതി വരെയാണ് ഈ ഫസ്റ്റ് ഫേസ് നടത്താൻ പോകുന്നത്. അതിനകത്ത് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിന്, യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് നടക്കാൻ പോകുന്നത്. അത് സെപ്റ്റംബർ 1 തൊട്ട് 14 വരെയാണ്. അതിനകത്ത് ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഗ്രീസ്, സിംഗപ്പൂർ, UAE, അതുപോലെ USA എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇനി ഇത് കൂടാതെ ഈ പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൂടെ ഇന്ത്യൻ നേവിയുടെ ഒരു എയർ വിങ് ഉണ്ട്. അവരും ഈ MiG-29K എന്ന് പറയുന്ന ഇന്ത്യൻ നേവി യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരും ഈ എക്സസൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ തരംഗ് ശക്തി 24 എന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ എയർ എക്സസൈസ് ആണ്. അതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർ എക്സസൈസ് ആയിരിക്കും ഇതെന്ന് മനസ്സിലാക്കുക. പിന്നെ 2 ഫേസുകളിലായിട്ടാണ് നടക്കുന്നതെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് റാൻസം വെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റാൻസം വെയർ ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്രാവശ്യം അത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിലെ സ്മോൾ ബാങ്കുകളുടെ ഓപ്പറേഷൻസിനെ റാൻസം വെയർ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. റാൻസം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. റാൻസം വെയർ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണുകളിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഉള്ള ഡാറ്റ അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മോഷ്ടിച്ചുകൊണ്ട് അത് തിരിച്ചു കിട്ടണമെങ്കിൽ ബേസിക്കലി പേയ്മെന്റ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിന് തിരിച്ച് കിട്ടണമെങ്കിൽ റാൻസം ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള മാൽവെയറുകളാണ് റാൻസം വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ സ്പിയർ ഫിഷിംഗ് ഇമെയിൽസ് യൂസ് ചെയ്തിട്ടാണ് റാൻസം വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മെയിലിനകത്ത് മലീഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകും. എസ്പെഷ്യലി ഈ പറയുന്ന സിപ്പ് അല്ലെങ്കിൽ റാർ ഫോർമാറ്റിലുള്ള അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകും. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്താണ് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുകയും കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റ അവരെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യുക. ഇനി ഇത് കൂടാതെ മറ്റുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പിയർ ഫിഷിംഗ് ഇമെയിൽസ് അല്ലാത്ത മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡൗൺലോഡുകളൊക്കെ ചെയ്യുമ്പോൾ അതുവഴിയാണ്. ബേസിക്കലി നമ്മൾ ഈ ഡൗൺലോഡുകളൊക്കെ നടത്തുന്ന സമയത്ത് അൺഇൻറ്റൻഷണൽ ആയിട്ട് ഈ പറയുന്ന മലീഷ്യസ് ആയിട്ടുള്ള കോഡുകൾ നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. അത് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ AEPS കുറിച്ചാണ്. ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിനകത്ത് പേയ്മെന്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 15 ഒരു വാർത്തയുണ്ട്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് കുറച്ചും കൂടി സേഫർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പുതിയ റെഗുലേഷൻസ് RBI പ്രപ്പോസ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വാർത്തക്കകത്ത് ഈ ആധാർ ബേസ്ഡ് അല്ലെങ്കിൽ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ NPCI കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ NPCI കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആണ് ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഇതൊരു പേയ്മെന്റ് മെത്തേഡ് ആണെന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഉണ്ട്. ആ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ചില ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നടത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ സാധിക്കുന്ന ഒരു പേയ്മെന്റ് മെത്തേഡാണ്
ഈ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഈ പറയുന്ന OTPസോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോയിന്റ് ഓഫ് സെയിലുകൾ, അതുപോലെ തന്നെ മൈക്രോ ATMs, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ആ കൂടി വേണ്ടത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഈ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബാങ്ക് നെയിം, നമ്മുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ ഈ ആധാർ എൻറോൾമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ അതല്ലെങ്കിൽ OTPയോ മറ്റുള്ള പാസ്വേഡുകളോ ഒന്നും ഇല്ലാതെ ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ബാങ്കിങ് സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്യാഷ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ, ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെൻറ്റ്, ആധാർ ടു ആധാർ ഫണ്ട് ട്രാൻസ്ഫർ, ഒതൻറ്റിക്കേഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒതൻറ്റിക്കേഷൻ, അതുപോലെ തന്നെ ഭീം ആധാർ പേ പോലുള്ള സർവീസസ് ഒക്കെ ഈ ഒരു ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിനാൻഷ്യൽ സെക്ടറിനകത്ത് ഇൻക്ലൂഷൻ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ബാങ്കിങ് സർവീസസിനെ കുറിച്ചൊന്നും ഒരുപാട് അറിവില്ലാത്ത ആളുകൾക്കും ഈ പറയുന്ന OTP പോലുള്ള കാര്യങ്ങളൊന്നും നോക്കാനൊന്നും കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്കും ഈ പറയുന്ന ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. അതായത് അവരുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അവരുടെ ആധാർ കാർഡും ഈ പറയുന്ന ബാങ്കിൻ്റെ നെയിമും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ നമ്പറും ബാങ്കിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ ഫിംഗർ പ്രിൻറ്റ് ഒതൻറ്റിക്കേഷനും യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സർവീസസ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ PIB-ക്കകത്ത്, അതായത് ഇന്നലത്തെ PIB-ക്കകത്ത് ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ലെവലിൽ നടക്കുന്ന, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ലെവലിൽ നടക്കുന്ന ഒരു സെക്യൂരിറ്റി കോൺക്ലേവ് ആണെന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ചൈനയുടെ ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി ഇന്ത്യയുടെ നെയ്ബർഹുഡിലുള്ള ചൈനയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2011 നമ്മുടെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഇന്ത്യ, മാൽദീവ്സ്, ശ്രീലങ്ക എന്നീ 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് ആയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. 2011 ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്നായിരുന്നില്ല, ജസ്റ്റ് ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് ആയിരുന്നു. ഇന്ത്യയുടെയും മാൽദീവ്സിൻ്റെയും ശ്രീലങ്കയുടെയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സും ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സും പങ്കെടുക്കുന്ന ഒരു പരസ്പരം മാരിടൈം സെക്ടറിലൊക്കെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏരിയയിലൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം നടക്കുന്ന ഒരു ചർച്ച മാത്രമായിരുന്നു, അല്ലെങ്കിൽ ട്രൈലാറ്ററൽ മീറ്റിംഗ് മാത്രമായിരുന്നു ഇത്. പിന്നീട് 2011 തൊട്ട് 2014 വരെ ഈ ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് സ്മൂത്ത് ആയിട്ട് പോയെങ്കിലും 2014 ശേഷം ഈ മാൽദീവ്സിൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് അത്ര അടുപ്പമില്ലാത്ത, എന്നാൽ കുറച്ചും കൂടി ഒരു പ്രോ ചൈനീസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന അബ്ദുള്ള യമീൻ എന്ന് പറയുന്ന ആൾ പ്രസിഡന്റ് ആയിട്ട് മാറുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഈ ട്രൈലാറ്ററൽ മീറ്റിങ്ങുകൾ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി വെക്കുന്നുണ്ട് 2014 തൊട്ട് 20 വരെയുള്ള കാലഘട്ടത്തിൽ. പിന്നീട് ആ സമയത്ത് 2019 ഒക്കെ ആകുമ്പോഴേക്കും ഈ മാൽദീവ്സിലെ ഗവൺമെന്റ് വീണ്ടും മാറുകയും കുറച്ചും കൂടി ഇന്ത്യൻ അനുകൂല ഗവൺമെന്റ് വരികയൊക്കെ ചെയ്തതിന് ശേഷമാണ് 2020 നമ്മൾ ഇത് റീലോഞ്ച് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ റീലോഞ്ച് ചെയ്ത സമയത്ത് ഇതൊരു ട്രൈലാറ്ററൽ മീറ്റിംഗ് എന്നുള്ളിടത്ത് നിന്ന് മാറ്റിയിട്ട് ഇതിനെ റീബ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്നാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിനെ റീബ്രാൻഡ് ചെയ്തു, പേര് മാറ്റി. അതുപോലെ തന്നെ അതുകൂടാതെ മൗറീഷ്യസിനെ കൂടി ഇതിനകത്തൊരു മെമ്പറായിട്ട് ആഡ് ചെയ്തു. അതുകൂടാതെ ബംഗ്ലാദേശ്, സീഷെൽസ് എന്നീ 2 രാജ്യങ്ങൾ ഇതിനകത്ത് ഒബ്സർവേഴ്സ് ആയിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കുക, ഇതിനകത്ത് ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത് ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ് ആൻഡ് മൗറീഷ്യസ് എന്നീ 4 രാജ്യങ്ങളാണ്. ഇതുകൂടാതെ ബംഗ്ലാദേശും സീഷെൽസും ഇതിനകത്ത് നിരീക്ഷകാംഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഒബ്സർവേഴ്സ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈമറി അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻഡഡ് പേർപ്പസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ റിയൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള ചൈനീസ് ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ഇന്ത്യയുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതൊരു മിനി ലാറ്ററൽ ഫോർമാറ്റ് എന്നാണ് ഇത് പറയാറുള്ളത്. അതായത് വളരെ ചെറിയൊരു ഗ്രൂപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു മിനി ലാറ്ററൽ ഫോർമാറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. 2021 ഈ സെക്രട്ടേറിയറ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഇറാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെഹ്റാനാണ്. അപ്പോൾ ടെഹ്റാനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പലസ്തീൻ്റെ പൊളിറ്റിക്കൽ ഹെഡായി ഈ പലസ്തീനിലെ ഗാസയിലുള്ള ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഹെഡായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഇന്നലെ ഈ പറയുന്ന ഇറാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെഹ്റാനിൽ വെച്ചിട്ട് അസാസിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും കാണാൻ സാധിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇറാൻ്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇറാൻ്റെ ലാർജസ്റ്റ് സിറ്റിയുമാണ് ഈ ടെഹ്റാൻ എന്ന് പറയുന്നത്. ടെഹ്റാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇറാൻ്റെ നോർത്ത് സെൻട്രൽ പാർട്ടിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇറാൻ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സിറ്റികളൊക്കെ കാണാറുണ്ടാവുക രാജ്യങ്ങളുടെ കോസ്റ്റ് ലൈൻസിലാണ്. ഇപ്പോൾ ഇറാന് വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ടെങ്കിലും ഈ ടെഹ്റാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഇറാൻ്റെ അകത്ത് ഒരുപാട് ഉള്ളിലുള്ളൊരു സ്ഥലത്തായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നോർത്ത് സെൻട്രൽ പാർട്ടിലായിട്ടാണ്, കാസ്പിയൻ സീയുടെയൊക്കെ അടുത്തായിട്ടാണ്. സോ ഇപ്പോൾ ഇറാനെയും കാസ്പിയൻ സീനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള ഒരു എൽബൂർസ് മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ഈ എൽബൂർ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ ഫുട് ഹിൽസിലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ താഴ്വാരത്തിലായിട്ടാണ് ഈ ടെഹ്റാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സെമി അരീഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഈ ഒരു ടെഹ്റാനിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ടെഹ്റാനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇറാൻ്റെ ക്യാപിറ്റലും അവരുടെ ലാർജസ്റ്റ് സിറ്റിയാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലെയും ഇറാനിലെയും ഇറാനിലെ അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലെയും ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും അധികം ജനങ്ങൾ ജീവിക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ടെഹ്റാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ കൈറോ കഴിഞ്ഞാൽ, ഈജിപ്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കൈറോ കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് മെട്രോപൊളിറ്റൻ ഏരിയ കൂടിയാണ് ടെഹ്റാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.